ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. റെഡ് ചീര കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ചീര ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ചീരയാണ്. ഇത് ബഹ്റൈൻ്റെ ചീര കേട്ടോ. ഇവിടെ ചീര, പുതിനയില, മല്ലിയില, അങ്ങനെ ഒരുപാട് ഇലയൊക്കെ നല്ലതായിട്ട് കിട്ടും. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇന്നത്തെ ഉച്ചയൂണിന് ചീരയാണ് കേട്ടോ സ്പെഷ്യല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര. ഇക്കായ്ക്കും ഇഷ്ടമാണ്. മക്കൾക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. എങ്കിലും ഞാൻ ചോറിൻ്റെ കൂടെ ഇളക്കി കൊടുക്കും. കാര്യം നമ്മൾ ചോറ് വാരി കൊടുക്കുമ്പോൾ ഈ ചീര ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. അല്ലെങ്കിൽ അവർ തന്നെ കഴിക്കാൻ കൊടുത്താൽ ചോറിൻ്റെ അത് ചീര മാത്രം മാറ്റി അങ്ങ് വെക്കും. ഒരുപാട് ഗുണങ്ങളുള്ള സാധനമല്ലേ ചീര. ഇലവർഗ്ഗങ്ങൾ നമ്മൾ അധികം കഴിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൊടുക്കുകയും വേണം ഇലവർഗ്ഗങ്ങൾ. ഞാൻ അങ്ങനെ എല്ലാ ചീരയിലയും ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കണം. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും ചീര കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് ചേർക്കാനുള്ള മസാല റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചതച്ചെടുക്കണം. ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരയണ്ട. എന്നിട്ട് വെന്ത ചീരയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കണം. ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.